Pittapillil Agencies presents Payasarani, powered by Milma and Hawkins in association with MyG Future, Mediterranean Hospitals and Easter. എല്ലാവർക്കും ഓണാശംസകൾ. അങ്ങനെ നമ്മുടെ പായസ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന മത്സരം എന്ന് പറയുമ്പോൾ ഇത് സെമി ഫൈനൽ റൗണ്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സെമി ഫൈനൽ റൗണ്ടിൻ്റെ ആദ്യത്തെ 4 കണ്ടസ്റ്റൻസ് അവരുടെ മത്സരമാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത 4 കണ്ടസ്റ്റൻസ് അവരുടെ സെമി ഫൈനലിലെ പെർഫോമൻസാണ്. അപ്പോൾ ഒരു മത്സരം എന്ന് പറയുമ്പോൾ എന്താണ്? മത്സര ബുദ്ധിയോടുകൂടി മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കഴിവുകളുടെ പരമാവധി എത്രയാണോ അത് നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. അത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് പ്രദർശിപ്പിക്കേണ്ടത്. ആ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായി, വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിലൊരു ഹെൽത്തി ആയിട്ടൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി മത്സരിക്കുമ്പോഴാണ് അതൊരു നല്ല മത്സരമാകുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണക്കാലം ഇത്ര ബഹുകേമമാക്കാൻ, ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ പായസറാണി മത്സരം അതിനു വേണ്ടിയിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും കൃഷ്ണയ്ക്കും ഒക്കെ സാധിക്കുന്നു. അതോടൊപ്പം നിങ്ങളിലേക്ക് ഞങ്ങളിത് എത്തിക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അപ്പോൾ വളരെ സ്പെഷ്യലാണ് നമ്മുടെ ഈ ഓണക്കാലം. അപ്പോൾ ഈ പായസം എല്ലാം തന്നെ നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ എല്ലാം കിട്ടുമല്ലോ, എന്താണ് നമുക്ക് പുതുമയുള്ള പുതിയ പുതിയ പായസമൊക്കെ തയ്യാറാക്കാമല്ലോ എന്നൊക്കെ തോന്നും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. പിന്നെ എന്നോടൊപ്പം കൃഷ്ണയുമുണ്ട്. അപ്പോൾ കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ പ്ലീസ്. അപ്പോൾ നമ്മുടെ സെമി ഫൈനൽസിന്റെ സെക്കൻഡ് റൗണ്ട്, യെസ്, അതായത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ 4 കണ്ടസ്റ്റൻസ് എഗെയിൻ മത്സരിക്കുന്നു. സെമി ഫൈനലിൽ 12 കണ്ടസ്റ്റൻസ് ആണ് ടോട്ടലായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 പേരുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞു. ഇനി അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അടുത്ത 4 പേരുടെ തുടങ്ങാൻ സമയമാകും. വിളിച്ചാലവരെ? യെസ്, വിളിക്കാം അല്ലേ? എന്തൊക്കെ മുമ്പ് ഇല്ല, അവർ റെഡിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് കോൾ ദം. വരൂ പ്ലീസ്. എങ്ങനെയുണ്ട്? റെഡി? ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണ്, ഞങ്ങളും റെഡിയാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? യെസ്, അറിയാമല്ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ. സെമി ഫൈനലാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റൗണ്ട് എന്താണെന്നറിയാം. ദാറ്റ് ഈസ്, ഒരു പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം അല്ലേ? ഈ ഒരു സെമി ഫൈനൽ റൗണ്ടിൽ ഇതും ഒരു ഫ്രീ റൗണ്ടാണെന്ന് തന്നെ പറയാം. ബട്ട് ട്രഡീഷണൽ പായസം ഉണ്ടാക്കണം വിത്ത് എ ട്വിസ്റ്റ്. അത് നിങ്ങളുടെ ചോയ്സാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഫയർലെസ് കുക്കിംഗ്. അതിലൊരു പായസം. സമയം 1.5 മണിക്കൂർ ടോട്ടൽ ടൈം കീപ്പ് ചെയ്യണേ തവണ. യെസ് പ്ലീസ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സുലേഖ, ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് പഴം പ്രഥമനാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങാപ്പാൽ, 1-ാം പാൽ, 2-ാം പാൽ, ഓട്സ്, പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, ചുക്കുപൊടി, ഏലക്കായ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഓട്സ് വറുത്തെടുക്കാം. ഓട്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. അല്പം നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരിയെടുക്കാം. കോരി മാറ്റാം.
അല്പം കൂടി നെയ്യൊഴിച്ച് വേവിച്ച് പുഴുങ്ങി വെച്ച പഴം നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. രണ്ടും നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ഈ ശർക്കരയും പഴവും നന്നായി മിക്സായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം. രണ്ടാം പാൽ ഞാൻ എടുത്ത് വെച്ച് മുഴുവനും ചേർക്കുന്നില്ല, പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്ത് വറ്റിച്ച് എടുക്കാം. ഈ മിക്സ് കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച രണ്ടാം പാല് ബാക്കിയുള്ളത് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം തന്നെ നമുക്ക് ഓട്സ് ചേർക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കാം. സെമി ഫൈനൽ റൗണ്ട് ഗോയിങ് ഓൺ. ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ചെറുതായിട്ട്. കാര്യമില്ല. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? പഴം പ്രഥമൻ. പഴം പ്രഥമൻ. അതിനകത്തേക്ക് പിന്നെ ഓട്സ്, അണ്ടിപ്പരിപ്പ് അരച്ചിട്ട്, ദാറ്റ് ഇസ് ദ ട്വിസ്റ്റ് അല്ലേ? ഓക്കെ, പഴപ്രഥമനിൽ ഓട്സും അണ്ടിപ്പരിപ്പും കൊണ്ടുവരാൻ നോക്കുന്നു. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ നോ ഫയർ പഴം ആൽമണ്ട് ബനാന പായസം. അതിൽ പഴം യൂസ് ചെയ്തത് ചെങ്കദളിയാണ്. ചെങ്കദളി സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പല്ല ബദാം കുതിർത്തി അരച്ച് ചേർത്ത്, പിന്നെ കസ്കസ് ചിയാ സീഡ്, ഏലക്കപ്പൊടി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ചുക്ക് പൊടി ഒരു 1/4 ടീസ്പൂൺ, ഏലക്കപ്പൊടി നന്നായി മിക്സ് ചെയ്യുക. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർക്കാം. രണ്ടും നന്നായി മിക്സ് ചെയ്ത് തിളക്കാതെ ഓഫാക്കാം, തീ ഓഫ് ചെയ്യാം. വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിനി ഉണ്ടാക്കാൻ പോകുന്നത് ചെങ്കദളി പഴം വെച്ച് ഒരു നോൺ ഫയർ പായസം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പഴം മുറിക്കാം. നന്നായി പഴുത്ത ചെങ്കദളിയാണ് ഉപയോഗിക്കുന്നത്. പഴം നന്നായി സ്മാഷ് ചെയ്തെടുക്കാം. മധുരത്തിനായി നമുക്ക് പനങ്കൽക്കണ്ടം ചേർക്കാം. പഴവും പനങ്കൽക്കണ്ടയും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, 1-ാം പാല്. ഇനി ഇതിലേക്ക് ആൽമണ്ട് അരച്ചെടുത്തത് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്തായി? എവിടെ വരെ എത്തി? കഴിയാറായി. ഏത് പായസം കഴിയാറായത്? രണ്ടും. മറ്റേ അതെന്താ ഉണ്ടാക്കുന്നത്? വിത്തൗട്ട് ഫയർ ചെയ്ത് ഉണ്ടാക്കുന്നത്? അതെ. പഴവും ആൽമണ്ടും ചേർത്തിട്ടുണ്ട്. മറ്റേതോ? ഇത് ഓട്സ് പ്രഥമൻ. പഴം പ്രഥമനാണ്. അതിലേക്ക് ഓട്സും അണ്ടിപ്പരിപ്പും ട്വിസ്റ്റായിട്ട് കുഞ്ഞുങ്ങൾ കൂടെ വന്നിട്ടുണ്ടോ അല്ലേ? 2 മക്കളുണ്ട്. എത്ര പേരാ? 2 ആൾ. മോളും മോനും. ഒരു മോളും ഒരു മോനും. ആൻഡ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല, ഹസ്ബൻഡ്. അപ്പം കുട്ടികളുടെ കൂടെ ആരാ വന്ന? അമ്മ? വേറെ ആരുമില്ല, ഞാനും മക്കളും. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. നമ്മൾ ഒരുമിച്ച്. ഹസ്ബൻഡ് ബിസിനസ് ഇല്ല, പുറത്താണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ടാണ് 100% അല്ലേ? അല്ലെങ്കിൽ മക്കളായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട്. അതായത് വേറെ ആരെയും നോക്കാനൊന്നും ഹെൽപ്പ് ചെയ്തു, കൂടെ വന്നു. ഫ്രണ്ട് വന്നു. മക്കളെ കൊണ്ടുപോവാണെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് പോയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെയും കൂട്ടി ഫ്രണ്ടും. മനസ്സിലായി. യാത്രയൊക്കെ പാടാണല്ലോ, എന്തായാലും ഇത്ര ദൂരെയൊക്കെ വരണ്ടേ. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. എഫേർട്ട്. ഇനി നമുക്കിതിലേക്ക് ചിയാ സീഡ് ചേർക്കാം. ഗാർണിഷിങ്ങിനായി കുറച്ച് എള്ള് ചേർക്കാം. അവസാനം നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
എള്ള് ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷിങ്ങിനായി അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരി ചേർക്കാം. അപ്പം നമ്മുടെ ഓട്സ് പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈരളി ചാനലിൻ്റെ ഓണം പ്രേക്ഷകർക്കായി ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നിർവാണ നെയ്ക്കെട്ട് പോഷക ഗതായി. അതിലെല്ലാതും അടങ്ങിയിട്ടുണ്ട്. അതായത് പോഷകപ്രദമാണ്, അറ്റ് ദ സെയിം ടൈം വളരെ ഔഷധ സമ്പുഷ്ടമാണ്. അതിൽ ഞാൻ ഔഷധവൽക്കരിക്കാനായിട്ട് അതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കറ്റാർ വാഴയുടെ ജെല്ല് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, തുളസി നീര് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, അതിനെല്ലാത്തിനും പുറമെ ചക്ക, മാങ്ങ, ചക്കക്കുരു അതെല്ലാം ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പിന്നെ മാമ്പഴം ഒരു ഹൈലൈറ്റ് സംഭവമാണ്. ക്യാരറ്റ്, ബദാമൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട്. പോഷകപ്രദമാകാൻ എന്നുള്ളത് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു പ്രഥമനാണ്. ഇത്രയും സാമഗ്രികൾ ചേർന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനെ അത് ഒന്നും കൂടെ ഒരു ട്വിസ്റ്റ് വരുത്തിയിട്ട് ട്രഡീഷണലിലൊരു ഫ്യൂഷൻ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പരമ്പരാഗത രീതിയിൽ പൂജകൾക്കായിട്ട് ഉപയോഗിക്കുന്ന നെയ്ക്കെട്ട് എന്നുള്ളൊരു പരമ്പരാഗത വിഭവങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നെയ്ക്കെട്ട് ഇതിൽ അടയ്ക്ക് പകരം ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിലുള്ളൊരു പ്രഥമനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ ഒരു വിഭവത്തിലേക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് മിൽമയുടെ നെയ്യാണ്. പിന്നെ വിഭവത്തിന് ഇത്തിരി കൂടെ നല്ല പരിശുദ്ധി ഫീൽ ചെയ്യാറുണ്ട്, നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് ഞാൻ പർട്ടിക്കുലർലി മിൽമ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അരച്ച് വെച്ചിട്ടുള്ള മാമ്പഴം, ചക്ക, ക്യാരറ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന അത് അരച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു ചെറിയ പായസത്തിൻ്റെ ബേസിലേക്കായിട്ട് ഒരു ചെറിയ അളവിൽ പച്ചരി, പായസപ്പച്ചരി ഇതെല്ലാം കൂടി കുതിർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. കൈ അടക്കാതെ നല്ലതായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് ശർക്കര ആഡ് ഓൺ ചെയ്യാം. ആദ്യമായിട്ട് സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടൈം ഫോർ ആഡിങ് രണ്ടാം പാൽ. പായസം നമുക്ക് ആവശ്യമായൊരു കൺസിസ്റ്റൻസിലേക്ക് മാറ്റാവുന്നൊരു ഘട്ടമാണ് ഈ രണ്ടാം പാൽ ആഡ് ഓൺ ചെയ്യുന്നൊരു സംഭവം. കാരണം നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് പതിവ്. നെയ്ക്കെട്ട് പരമ്പരാഗതമായിട്ട് പണ്ടുള്ള ആളുകൾ അമ്പലങ്ങളിൽ പൂജയ്ക്കൊക്കെ ദേവനെ നേദിക്കാനായിട്ട് ഉണ്ടാക്കുന്നൊരു വിഭവമാണ് നെയ്ക്കെട്ട്. ഈ നെയ്ക്കെട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ അടുത്തായിട്ട് വിവരിക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ലേശം ഉപ്പിട്ടതിന് ശേഷം ശർക്കര നീരും കൊണ്ട് ഒഴിച്ച് നന്നായി അരിപ്പൊടി വാട്ടിയെടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടി തന്നെ അത് കുഴച്ച് അതിലേക്ക് നന്നായി ശർക്കരപ്പാനി ചേർത്തിട്ടൊരു ദോശയുടെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ കട്ടി, എന്നാൽ ഉഴുന്നിൻ്റെയും ബാറ്ററിനേക്കാളും കട്ടി വേണ്ട, ആ ഒരു മീഡിയം കൺസിസ്റ്റൻറ്റിൽ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ നന്നായി വറുത്ത നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ചേർത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പായസം ഔഷധ സമ്പൂർണ്ണമാണ്. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ തുളസി നീര് ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ചത് നമുക്ക് ചേർക്കും. ഇവിടെ നമ്മുടെ നിർവാണ നെയ്ക്കെട്ട് പോഷകൌഷധ പ്രഥമൻ അല്ലെങ്കിൽ ഗതായുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസത്തിൻ്റെ തനതായ മീൻസ് വേണ്ട കൺസിസ്റ്റൻസി കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണോ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം?
പേര് ഭയങ്കര വലുതാണ്. ആണ്, അതിനനുസരിച്ച് അത്രയ്ക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പോഷകത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും സമ്പുഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രഡീഷണൽ ഞാൻ മാമ്പഴം, ചക്ക, ചക്കക്കുരു എല്ലാം കൊണ്ട്. ചക്കയാണ് മെയിൻ തീം അല്ലേ? അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ചക്ക വരട്ടിയതാണ് ഹൈലൈറ്റ് ആയി ഇതിൽ ചക്ക അത് വരട്ടിയതല്ലേ, ഇതിൽ പച്ച ചക്ക വേവിച്ച് മാമ്പഴത്തോടൊപ്പം വേവിച്ച് ക്യാരറ്റും ബേസിനായിട്ടൊരു ചെറിയ കുറച്ച് തോതിലൊരു പായസപ്പച്ചരിയും ചെറുപയറും കടലപ്പരിപ്പും ചേർത്തു. പ്രഥമം വന്നതിന് ശേഷം എനിക്ക് ടിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെയ്ക്കിട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഇതിൽ ചേർത്തു. പിന്നെ ആസ് യൂഷ്വൽ ഫ്ലവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുക്ക് ജീരകം ഡൈജഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർത്ത് ഏലക്കായും ചേർത്ത് എഫേർട്ട് എടുത്തിരിക്കുന്നു. നന്നായി. ഓക്കെ, എന്തായാലും ഇതൊരു എഫേർട്ട് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അതെ ഒരു സംഭവം ലൈഫുള്ളൂ. അതെ അതെ, സത്യം. ആൻഡ് രണ്ടാമത്തത് ഞാൻ ചെയ്തിട്ടുള്ളത് നോ ഫയറിൽ മഖാന. മഖാന ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആവിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായി പൊടിച്ചെടുത്തു. അതിനുശേഷം അതിൽ കുറച്ച് ഡേറ്റ്സ്, പിന്നെ നാളികേരപ്പാൽ കുറച്ച് ചേർത്തു. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത, മാതളനാരങ്ങ, പിന്നെ മഖാന തന്നെ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടറിലൊന്നും ആക്കിയിട്ട് ക്രഞ്ചി ആയിട്ട് ചേർത്തു. എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇലാബറേറ്റ് പ്ലാൻസ് ആണ്. എല്ലാം നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തതായിട്ട് നോ ഫെയറിൽ നല്ല ഒരു പോഷകസമ്പുഷ്ടമായൊരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം. ഈ പായസത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേര് ഓണാമൃതം എന്നാണ്. ഇത് ഓണക്കാലം അല്ലേ, അപ്പോൾ ആ ഒരു തോട്ടിൽ എനിക്ക് തോന്നിയത് ഓണാമൃതം എന്നൊരു പേര് നൽകാനാണ്. ആദ്യമായിട്ട് ഞാനൊരു 4 സ്പൂണ് മഖാനയും അവിലും കൂടി പൊടിച്ചത് പാത്രത്തിലേക്ക് ഇട്ടു. കുറച്ച് പാലൊഴിച്ചതിന് ശേഷം, അത് തേങ്ങാപ്പാലോ നാടൻ പാലോ പശുമ്പാലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ യോജിപ്പിക്കുക. ഇതിൽ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നാളികേരപ്പാൽ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നാളികേരപ്പാൽ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ പശുവും താലും നമുക്ക് ആഡ് ഓൺ ചെയ്യണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ പായസത്തിന് ഒന്നും കൂടെ ഹെൽത്ത് ഫേസ് ആക്കാനും കാണാനൊരു നല്ല ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാതളനാരങ്ങ, ഇതിൽ മാതളനാളത്തിൻ്റെ കുറച്ച് പിസ്ത ആഡ് ചെയ്യണം. ഇവിടെ കുറേ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞോ? അതായത് ഇദ്ദേഹം ചെറിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല, എല്ലാം വളരെ ഇലാബറേറ്റ് അതെ. പക്ഷെ എപ്പോഴും അതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് ചെയ്യണം. നെയ്ക്കെട്ട് എന്നുള്ളൊരു ട്വിസ്റ്റ് മാത്രം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. നെയ്ക്കെട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ? അത് ഇത്തിരി പാടാണ്. ദുബായ്, ഷാർജ പറഞ്ഞല്ലോ, ഷാർജ. എങ്ങനെയാണ് എപ്പോഴാണ് ലാൻഡ് ചെയ്തത്? ഇവിടെ ഇതിനു വേണ്ടി വന്നതാണോ? ഞാൻ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയതാണ് 25th ജൂൺ 25th. എന്നിട്ട് വീണ്ടും വന്നു. ഈ മത്സരം ഭയങ്കര ക്രേസാണ് ശരിക്കും. അപ്പോൾ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഭയങ്കരമായിട്ട് മനസ്സ് പോണേ. അപ്പോൾ ആകെ ഒരു ലൈഫുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ ഇനിയൊരു വേള കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത. തൃശ്ശൂരാണല്ലേ ബേസിക്കലി? അതെ, തൃശ്ശൂർ. എൻ്റെ സ്ലാങ്ങും. കുട്ടികളൊക്കെ മക്കൾ പഠിക്കുന്നു. എവിടെ? മോള് UFAയിൽ ലാസ്റ്റ് ഇയർ MBBS, മോന് ഡിഗ്രിക്ക് ഇവിടെ സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ പാഷനുമായി മുന്നോട്ട് പോകാം അല്ലേ കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ നോ ഫയർ ഓപ്ഷനിലൊരു കോമ്പറ്റീഷനിലൊരു ഐറ്റം ഉണ്ടാക്കണമായിരുന്നു. അതിലേക്കായിട്ട് ഞാൻ ഓണാമൃതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്ത മെയിൻ പായസം ഒരു പ്രഥമൻ ടൈപ്പാണ്. അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ നെയ്ക്കെട്ട് ചേർത്തു. അപ്പോൾ എൻ്റെ പായസത്തിൻ്റെ പേര് നിർവാണ നെയ്ക്കെട്ട് പോഷക ഔഷധഗത എന്നാണ്. ഇതിനിപ്പോൾ ലക്ഷ്മി മാഡത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ പേര് ലത. ഞാൻ സെമി ഫൈനലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2 തരം പ്രഥമനാണ്. ഒന്ന് ചെറുപരിപ്പും നമ്മുടെ വയലറ്റ് കളർ കാച്ചിലും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രഥമനും. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറിനുള്ളിലാണ്. കുക്കറിനുള്ളിൽ നമ്മുടെ മിൽമയുടെ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം മിൽമയുടെ നെയ്യ് ഒഴിക്കുക. ചെറുപരിപ്പ് വറുത്ത് വേവിച്ച ചെറുപരിപ്പ് അതിലേക്ക് ഒഴിക്കുക. ചെറുപരിപ്പ് നെയ്യിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വയലറ്റ് കളറിലുള്ള വേവിച്ച കാച്ചിൽ ചേർക്കുകയാണ്. ഇതിലേക്ക് ശർക്കര പാനി ചേർക്കുകയാണ്. നല്ലോണം ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇത് വയലറ്റ് കളറിലെ കാച്ചിലാണ്. ഇത് അധികം നമ്മുടെ തിരുവനന്തപുരത്തവർക്ക് വലിയ നിശ്ചയമില്ല. നാട്ടിൻപുറത്തെ ഈ സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തന്നെ. ഞാൻ ഈ പ്രഥമനിലേക്ക് ലേശം പഞ്ചസാര ഇടുവാണ്. അപ്പം ഞാനിതിലേക്ക് 2ാം പാല്, തേങ്ങയുടെ 2ാം പാല് ചേർക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ മധുരം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും. ഞാനിത് 1ാം പാല് ഒഴിക്കാൻ പോവാണ്. നമുക്ക് ഒരു പിഞ്ച് ചുക്കുപൊടി ഇടാം. ഒരു പ്രത്യേക വാസന കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കാപ്പൊടി, തേങ്ങ വറുത്തതൊക്കെ ചേർക്കണം. നമ്മുടെ തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട്. തേങ്ങ ഫസ്റ്റ് കോരി മാറ്റി വയ്ക്കാം. അടുത്ത് നമ്മൾ കാഷ്യൂനട്ട് വറുത്തെടുക്കുകയാണേ. നമ്മുടെ മുന്തിരിങ്ങയാണ്. ഇതിങ്ങനെ വീർത്ത് വരുന്ന കാണാൻ നല്ല രസമാണ്. മൂത്ത് വരുമ്പോൾ. ഹലോ, ഈ റൗണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയട്ടെ. യെസ്. ഞാനിവിടെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് വയലറ്റ് കാച്ചില് ചെറുപരിപ്പ് പ്രഥമൻ. നമ്മുടെ ട്രഡീഷണൽ പായസം ഉണ്ടാക്കാൻ പോണത് ചെറുപരിപ്പ് പ്രഥമൻ. അതിനുള്ളിൽ വയലറ്റ് കളറിലെ കാച്ചിൽ വേവിച്ചുടച്ചിട്ട് ഈ പരിപ്പ് പ്രഥമനുള്ളിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് യെസ് അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. കാണാനും രസം, കളറുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ശർക്കര കറുപ്പായി പോയി. അതുകൊണ്ട് ആ കളറിനെ ഓവർടേക്ക് ചെയ്തു. അതെ, ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. പക്ഷേ അതെ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ ആർക്ക് കൊടുക്കുന്നെങ്കിലും കൊടുക്കുന്നത് നല്ലതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ശർക്കര അത് തന്നെ എടുത്തു. പക്ഷെ വന്ന് ബോയിൽ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ആക്ച്വലി ഈ കളർ കിട്ടും, വയലറ്റ് കളർ. പക്ഷെ അത് കിട്ടിയില്ല. കാരണം ചെറുപരിപ്പ് അതെ ചെറുപരിപ്പും ഇതും കൂടി ആകുമ്പോൾ ആ കളർ സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്വർണ്ണഫല അമൃതം. സ്വർണ്ണഫല അമൃതം. നിങ്ങളൊക്കെ പേരിടാൻ ഭയങ്കര എല്ലാത്തിനും ഓരോ ഇപ്പോഴത്തെ ന്യൂ ജെൻ പേരങ്ങ് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ആക്ച്വലി എല്ലാം നമ്മുടെ സിമ്പിൾ കാര്യങ്ങൾ. ഇത് നമ്മുടെ പപ്പായ, വരിക്കച്ചക്ക, കസ്കസ്, തേൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഫ്രൂട്ട് പായസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പപ്പായ ആൻഡ് ചക്ക. വരിക്കച്ചക്ക ഞാനിങ്ങനെ നോക്കുകയാണ്. ആരെങ്കിലും ഈ ഫ്രൂട്ട് പായസം അല്ലാതെ ഒരു കാര്യം നോ കുക്കിംഗ് ലൈക്ക് നോ ഫയറിൽ ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര സംഭവമായിരിക്കും. ആലോചിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വരിക്കച്ചക്കയും പപ്പായയും കൂടി ചേർത്തിട്ടുള്ളൊരു പായസവുമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഫയർലെസ് പായസത്തിലെ മിക്സിംഗ് ആണ്. വരിക്കച്ചക്ക ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് നല്ല സ്ക്വയർ പീസായിട്ട് നമുക്ക് അരിഞ്ഞിടാം, നീളത്തിനാണെങ്കിലും അരിഞ്ഞിടാം. അപ്പം നമ്മുടെ പപ്പായ ഇതിനകത്ത് നിന്ന് നല്ലോണം എടുത്ത് ബൗളിലേക്ക് ഇടണം. ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കസ്കസ്, കണ്ടൻസ് മിൽക്ക് മധുരത്തിനാണ്, തേങ്ങാപ്പാലും ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കർക്കണ്ടും. ഇനി നമ്മളിതിലേക്ക് പിസ്ത, ഉണക്ക മുന്തിരിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു. മിക്സ് ചെയ്ത് വച്ച ശേഷം നമ്മുടെ പപ്പായ മുറിച്ചതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മളതിനെ ഒഴിച്ച് വയ്ക്കുവാണ്. അപ്പോൾ പപ്പായയുടെ ടേസ്റ്റും വരിക്കച്ചക്കയുടെ ടേസ്റ്റും എല്ലാം ഇതിനുള്ളിലേക്ക് കിട്ടും. അതിലേക്ക് കുറച്ച് കർക്കണ്ട്, കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ ലേശം കർക്കണ്ടും കൂടി ഇട്ട് വയ്ക്കുന്നത്. കുറച്ച് പന്നീർ റോസയുടെ പൂക്കളും ഞാനൊരു റൗണ്ട് വന്നപ്പോൾ ഇവിടെ വർക്ക് കുറേ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്ക, കാച്ചില്, വയലറ്റ് കാച്ചില്, കസ്കസ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചിരുന്നു അല്ലേ കഴിഞ്ഞ റൗണ്ടിലൊക്കെ. അതെ, ട്രിവാൻഡ്രം ആണെന്നറിയാം, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. വീട്ടിലായിരിക്കണ്ടേ? വീട്ടില് മോളുണ്ട്, സോറി മോനുണ്ട്, ഹസ്ബൻഡുണ്ട്. മോള് മരിച്ചിട്ടിന്ന് 3 മാസം. മോൾക്ക് വേണ്ടിയിട്ടാണ് വന്നു. വെരി സോറി. ഓക്കെ, നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. മോൾക്കാണ് ഞാൻ മത്സരത്തിന് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ പാചകത്തിനും അവളാണ് എല്ലാം പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ പെട്ടെന്ന് ബ്രെയിൻ ട്യൂമറായിരുന്നു. 2021 കണ്ടുപിടിച്ചു. 3 മാസമേ പോത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. 5.5 വർഷം പൊന്നുമോളെയും കൊണ്ട് ഒരു വേദന പോലും അറിയിക്കാതെ ഞാൻ കൊണ്ടുപോയി. സഡനായിട്ട് 2 ആഴ്ച ഞാൻ അവൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട്, എന്നോട് ഡോക്ടർ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രതീക്ഷയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ കുഞ്ഞിനെ 3 മാസം എന്നുള്ളത് കുറേ വർഷങ്ങളോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഞാൻ അവൾക്ക് വേണ്ടി സാധിച്ചു കൊടുത്തു. എല്ലാ രാജ്യങ്ങളിലും വീൽ ചെയറിലിരുത്തി ഞാൻ കൊണ്ടുപോയി. ലാസ്റ്റ് മലേഷ്യ, സിംഗപ്പൂർ പോയിട്ട് വന്ന് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എനിക്കറിയാം, ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി 2 ആഴ്ച മാക്സിമം പോയില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിയറ്റ്നാമിലേക്കും കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 25 വയസ്സുണ്ട്. ഭയങ്കര സുന്ദരിയാണ്. ഭയങ്കര സുന്ദരിയാണ്. തറവര മുടിയും എല്ലാ അർത്ഥത്തിലും അവള് ഭയങ്കര ഒരു മോള. ആർക്കും ഇതുപോലൊരു പൊന്നുമോളെ കിട്ടത്തില്ല. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ മത്സരത്തിന് പോകണം. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അവൾ BHM സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായിരുന്നു. ഒരു മോള് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ മോള് എൻ്റെ കൈ തന്നിട്ട് പോയി. ആ മോൾക്ക് അമ്മയില്ല. ഇവർ രണ്ടും ഒന്നിച്ച് പഠിച്ചത്. ആ മോളെ എൻ്റെ കൈ തന്നിട്ട് പോയി. ആ മോള് ഹയാത്തിലെ മാനേജറാണ്. BHM കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് കാര്യം. ഇപ്പം ഇന്നലെ എല്ലാം രാവിലെ ഉണ്ടായിരുന്നു. ഇച്ചിരി ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ വൈകിപ്പോയത്. അപ്പോൾ ആ മോളും മോനുണ്ട് കൂടെ. മോൻ വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാ. പക്ഷെ അവൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അവളുടെ മനസ്സിൽ അവളുടെ അമ്മയാണ് സൂപ്പർ വുമൺ. എപ്പോഴും പറയും എൻ്റെ അമ്മയാ എൻ്റെ സൂപ്പർ വുമൺ. അവളുടെ റോൾ മോഡൽ അമ്മയാ. എപ്പോഴും
ഏഞ്ചലാ, എൻ്റെ അമ്മ ഏഞ്ചലാന്ന് പറയും. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് യു ആർ എ സൂപ്പർ വുമൺ, നോ ഡൗട്ട് അല്ലേ? കം ബാക്ക് ലൈക്ക് എനിക്ക് മകൾക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റിൽ ഒരു 2 ആഴ്ച മുമ്പേ ഫുൾ അവളെ കല്യാണ പെണ്ണെ പോലെ ഒരുക്കി ഹോട്ടലിൽ വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് ഫങ്ഷൻ നടത്തി. അറിയാലോ. പ്ലീസ്. ഒന്നും പറയാനില്ലേ? ഓക്കെ. ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് മോളെയും കൊണ്ട് വെല്ലൂർ ഹോസ്പിറ്റൽ വരെ പോയി. എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടുമെങ്കിലോ. പക്ഷെ ഒരു സെക്കൻഡ് പോലും അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അവൾ എന്നോട് കാണിച്ചിട്ടില്ല. എന്ത് അസുഖമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ടും അവൾ കരഞ്ഞിട്ടില്ല. അവൾ എൻ്റെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. കാരണം മുടി മൊട്ടയടിച്ചപ്പോഴേക്കും ഡോക്ടർ അവളോട് പറഞ്ഞു ഇനി മുടി വളരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ജീവനോട് ഇരിക്കുമെങ്കിൽ നിൻ്റെ മുടി വളർത്തി തരും എന്ന് പറഞ്ഞു. ആ ഡോക്ടറുടെ മുന്നിൽ തന്നെ താഴറ്റം വരെ വളർത്തി ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇല്ല അറിയണ്ട. ഓക്കെ. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതെല്ലാം മോളെന്തായാലും ഒപ്പമുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അവൾ BHM പഠിച്ചു കഴിഞ്ഞിട്ട്, അവൾക്ക് മലയാളം അറിയില്ല, ആർമി സ്കൂളിലാണ് പഠിച്ചതെല്ലാം. BHM പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അമ്മയ്ക്കൊരു ഹോട്ടലിൽ ഇട്ട് തരണം, അമ്മ അറിയപ്പെടുന്ന ഷെഫാവണം. അമ്മയ്ക്ക് ഷെഫാകണത് വലിയ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എവിടെ പോകുമ്പോഴെല്ലാം പാക്ക് ചെയ്ത് തരും. മരിക്കുന്നതിന് മുന്നേ തന്നെ അനിയനുള്ള എല്ലാ സാധനങ്ങളും അവൻ്റെ ഓരോ പെൻസിൽ തൊട്ട് റബ്ബർ തൊട്ട് അവന് ചെയ്യാനുള്ള പ്രോജക്റ്റ് വരെ അവൾ ഫയൽ ചെയ്ത് പോയി. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കിനുള്ള ഫുള്ളും അമ്മയെക്കുറിച്ചിട്ടുള്ള കുറേ കഴിഞ്ഞ ശേഷം പ്ലീസ്. ഓക്കെ. പിന്നെ ഞാൻ 2 കൽപ്പിച്ചിറങ്ങിയതാ. അവൾക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് ഞാനിങ്ങനെ വരുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പ്ലീസ് പ്ലീസ്. എൻ്റെ പേര് രഞ്ജു മിനു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഈ ചക്കക്കുരും ഈന്തപ്പഴവും കൊണ്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ചക്കക്കുരും ഈന്തപ്പഴം കൊണ്ടുള്ള പായസത്തിന് വേണ്ടുന്നത് പ്രധാനപ്പെട്ടായി വേണ്ടത് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലുമാണ്. 1-ാം പാലും 2-ാം പാലും. ചൗവരി വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, തേങ്ങാക്കൊത്ത്, നെയ്യ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, മേട്. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, ബദാം വറുത്ത്. തേങ്ങാക്കൊത്ത് വറുത്തു. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുക്കാം. ഇതിലേക്ക് നമുക്കിനി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഈന്തപ്പഴം.
ഈന്തപ്പഴം നന്നായിട്ട് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. ഈന്തപ്പഴം റെഡിയായി. ഇനി നമുക്ക് ചക്കക്കുരു രണ്ടാം പാലൊഴിച്ച് അടുപ്പത്ത് വെക്കാം. കട്ടയില്ലാതെ മെല്ലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഇത് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, തേങ്ങാക്കൊത്ത് നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി കഴിയാനായി ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് അപ്പം നമ്മുടെ പായസം തയ്യാറായി. ഇനി നമ്മൾ രണ്ടാമതായി ഉണ്ടാക്കുന്നത് പപ്പായ പായസമാണ്. പപ്പായ മാങ്കോയും അരച്ചതാണ്. അതിനാവശ്യമുള്ളത് പഴം, ആപ്പിൾ, അനാറ്, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചുക്ക്, ഏലക്കാപ്പൊടി, തേങ്ങാപ്പാൽ, മിൽക്ക് മെയ്ഡ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പപ്പായ പായസം അതാണ് മെയിൻ. മെയിൻ പപ്പായ പായസം. അപ്പോൾ ട്രഡീഷണൽ പായസം എന്ന് പറയുമ്പോൾ എന്താ? ചക്കക്കുരുവും ഈന്തപ്പഴവും കൂടെ പായസം. അതും ഇതും കൂടെയാണോ? ഇതൊരു പായസം, ഇതൊരു പായസം. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുമോ? ഇതില്ല. ഇല്ല. പപ്പായ പായസം ഇസ് നോ ഫയർ. നോ ഫയർ. നോ ഫയർ. ഓക്കെ. പപ്പായാണ് മെയിൻ. മെയിൻ. പിന്നെ അല്ലാത്ത ട്രഡീഷണൽ പായസം ചക്കക്കുരുവും ഈന്തപ്പഴവും. ഈന്തപ്പഴവും. അപ്പോൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ട്രഡീഷണൽ എന്താണ് വരുന്നത്? ഈന്തപ്പഴം. ഈന്തപ്പഴം ചേർത്തിട്ട് ചക്കക്കുരുവിനകത്ത് അത്രേ ഉള്ളൂ. ഓക്കെ. ചൗരിയും ചേർത്ത്. ട്രഡീഷണൽ എന്നുള്ളൊരു ചക്കക്കുരു എല്ലാവരും വെക്കുന്നതാണല്ലോ. നമ്മൾ പണ്ട് തൊട്ട് ട്രഡീഷണൽ ആയിട്ട് ചക്കക്കുരു പായസം അങ്ങനെ കേൾക്കാറില്ലല്ലോ. ഉണ്ടോ? എനിക്കറിയില്ല. സാധാരണ നമ്മൾ അട, പ്രഥമൻ, കടല, ചെറുപരിപ്പ്, പഴം, ചക്ക അങ്ങനെ വരും. ചക്കക്കുരു ഒക്കെ നമ്മുടെ ലേറ്റർ ഓൺ ഇൻവെൻഷൻ ആണെന്നാണ്. ചൗരി ചേർത്തിട്ടുണ്ട്. ചൗരിയൊക്കെ ഓക്കെ, കുഴപ്പമില്ല, നോക്കാം നമുക്ക്. നമുക്ക് പപ്പായ പായസം തയ്യാറാക്കാം. പപ്പായ ഇട്ട് കൊടുക്കുക, ആപ്പിൾ ഇട്ട് കൊടുക്കുക, ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കഴിഞ്ഞോ? ആയിക്കൊണ്ടിരിക്കുന്നു ചക്കക്കുരു, ചൗരി. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിക്കോണം കേട്ടോ. പായസത്തിൻ്റെ തിക്കാവാണ്ട് ഓവർ തിക്കാവരുത്. ആൻഡ് മറ്റേ നോ ഫയർ ഏതായിരുന്നു? പപ്പായ മാങ്കോ. പപ്പായ. കുട്ടികളൊന്നും കൊണ്ടുവന്നില്ലല്ലോ പക്ഷേ അല്ലേ? നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ. ഈ റൗണ്ടിനെ കുറിച്ച് ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പിയാണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇതിൽ എന്താണെന്നുള്ളത്? സെമി ഫൈനലാണ്. ഏതാണ് കംഫർട്ടബിൾ? ഇത് ചെയ്യാനാണോ? ഫയർ ഇല്ലാതെ ചെയ്യുന്നതാണോ? വിത്ത് ഫയറാണ്. ഈ റൗണ്ട് എങ്ങനെ ഈ പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്ന്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റിൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട്. ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഓക്കെ. ഇനി നമ്മുടെ പായസത്തിലേക്ക് അനാറ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, ചുക്കുപൊടി, ഏലക്കപ്പൊടി, മിൽക്ക് മെയ്ഡ്. മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പപ്പായ പായസം റെഡിയായി. അപ്പോൾ നമ്മൾ 2 പായസവും തയ്യാറായി കഴിഞ്ഞു. ജഡ്സിന് വേണ്ടി കാത്തിരിക്കാം. യെസ്, എല്ലാവരും കഴിഞ്ഞു. കംപ്ലീറ്റഡ് യുവർ പായസംസ്. വിളിക്കാൻ തുടങ്ങിക്കോട്ടെ. അതെ, പറഞ്ഞ സമയം തന്നെ 1.5 മണിക്കൂർ. ആദ്യം തന്നെ ഫാത്തിമ സുലേഖ.
രണ്ടും രണ്ട് വെറൈറ്റി അല്ലേ, ലുക്സ് ആയാലും. ഒന്ന് പഴപ്രഥമൻ വിത്ത് എ ട്വിസ്റ്റ്, ഓട്സ് ആൻഡ് കാഷ്യൂ. മറ്റത് ചെങ്കതലയാണ് ചേർത്തത്, ആൽമണ്ടും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ആൽമണ്ട്. ആൽമണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ടേസ്റ്റിംഗ്. കാഷ്യൂ അരച്ച് ചേർക്കുകയും ചെയ്തു അല്ലേ, പൊടിച്ച് ചേർക്കും, എന്താ ചെയ്തത്? അരച്ച് ചേർത്ത്. യമ്മി, സൂപ്പർ, വെരി ഒന്നും ഒരു സ്പൂൺ എടുക്കാൻ തോന്നുന്നു. അതെ, കുറേ പോകാനുണ്ട്. ഞങ്ങൾക്ക് ഇനിയും പായസം കുടിക്കണം, പക്ഷേ ഒന്നുകൂടി കഴിക്കാൻ തോന്നുന്ന ഒരു പായസം. ഇനി അടുത്തതും കൂടി നോക്കട്ടെ. നോ ഫയർ കാണാനൊക്കെ നല്ല രസമുണ്ട്. അതിൽ മധുരത്തിന് പനങ്കൽക്കണ്ടം പൊടിച്ചാൽ കുറച്ച് മധുരം കുറവായിരിക്കും അല്ലേ? ആൽമണ്ട് പൊടിച്ചിട്ടു അല്ലേ? പൊടിച്ചിട്ടു. റിഫ്രഷിങ്. രണ്ടും ഗംഭീരം. അതിന് ഭാഗമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് മക്കളിങ്ങനെ ഓടി നടക്കുകയാണല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്ത ആളെ വിളിക്കാം. പ്രസീത. പ്രസീത, ഞങ്ങൾ കഴിക്കട്ടെ? കുറേ പ്രാവശ്യം ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾ കഴിക്കാനിങ്ങനെ. ഓക്കെ, കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നല്ല തിക്ക്. ഇതിനകത്ത് മറ്റേ കെട്ട് നെയ്ക്കട്ട അതിലുണ്ട്. ഇതിനകത്തുണ്ടോ? ആ, തപ്പിയാ കിട്ടുമോ? ഇതാണോ ഉദ്ദേശിച്ചത്? അത് അണ്ടിപ്പരിപ്പല്ലേ? നെയ്ക്കട്ട് എങ്ങനെ ഇട്ടിരിക്കുന്നത്? കിട്ടി, ചെറിയ പീസാക്കി മുറിച്ചായിട്ടിരിക്കുന്നത് അല്ലേ? അതെ, അത് ഒരു ഇത്രയും വലുതാണ്. എത്ര വലുതാണ് ഇങ്ങനെ ഇരിക്കുക. പായസം ബേസ് എന്തായിരുന്നു? ബേസ് കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ഒരു ലേശം പായസപ്പച്ചരി, പിന്നെ ഇതിൽ മാമ്പഴം, ചക്ക. അത് ബേസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിന് ക്യാരറ്റും ഒരിത്തിരി നാളികേരം എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സ്, പിന്നെ പോഷകം എന്ന് പേര് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പയർ, അരി. അടുത്ത കൂടെ ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെയാണ്? ഇത് മഖാന, അവില് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്, പിന്നെ ചിയ സീഡ്സ്, പിന്നെ നട്ട്സ് എന്ന് വെച്ചാൽ ഡേറ്റ്സിൻ്റെ സിറപ്പല്ല, ഡേറ്റ്സ് അരച്ച് ചേർത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഏതെങ്കിലും പൊമഗ്രാനേറ്റ് ഉണ്ട് അല്ലേ? അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അല്ലാതെ എന്തെങ്കിലും ഫ്രൂട്ട്? മാംഗോ എന്തെങ്കിലും ശകലം? ഇല്ല, മാംഗോ വേറെ എന്തല്ല? മാമ്പഴത്തിൻ്റെ സത്ത് മീൻസ് മാംഗോ അങ്ങനെ തന്നെ എടുത്തിട്ടില്ല. മാംഗോയുടെ ചെറിയ ഫ്ലേവർ ചോദിക്കാൻ അതുണ്ട്, ചേർത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മാംഗോ പ്യൂരി. യെസ്, ഗുഡ്. രണ്ടും കൊള്ളാം. ഓക്കെ, നൈസ്. താങ്ക് യു. അടുത്ത ആളെ വിളിക്കാം. ലത.
ചെറുപരിപ്പ് പ്രഥമനിൽ വയലറ്റ് കളറിൽ വയലറ്റ് കാച്ചിൽ കാച്ചിലിൻ്റെ വേവിച്ച് അതിൻ്റെ ആ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലസ് കാച്ചിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ ശർക്കരയുടെ കളർ ശർക്കരയുടെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ആ വയലറ്റ് കളർ എടുത്ത് കാണിച്ചില്ല. മനസ്സിലായി, അതാണ് പറ്റിയത്. അത് പറ്റും. പക്ഷെ വേറൊരു ഡാർക്ക് ആണെങ്കിലും വേറൊരു കളർ. അതെ. സംതിങ് ഡിഫറെൻറ്റ്, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ആ കാച്ചിലിൻ്റെ മുന്നിൽ തേങ്ങ എല്ലാം വറുത്തിട്ടു. അതെ, സാധാ നമ്മുടെ ട്രഡീഷണൽ. അതെ. ഇത് പപ്പായ ആൻഡ് വരിക്കച്ചക്ക, കസ്കസ്, ഹണി, പൈനാപ്പിൾ ഇല്ല, അല്ല ചക്ക, വരിക്കച്ചക്ക, ഹണി, ലാസ്റ്റ് പിസ്ത. കസ്കസ് വയറുന്ന തണുക്കാൻ എല്ലാത്തിനും. വരിക്കച്ചക്ക എന്നുള്ള കോൺസെപ്റ്റ്, ചക്ക ഏതിലിട്ടാലും ചക്ക കയറി നിൽക്കും, കയറി നിൽക്കും. മാങ്ങ ഏതിലിട്ടാലും മാങ്ങ കയറി നിൽക്കും. ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പപ്പായ കാട്ടി മറ്റവൻ എല്ലാത്തിനും ഒരു ചക്കയാണ്, ചക്ക ഒരു ഫ്രൂട്ട് ഫ്ലേവറാണ് കൂടുതൽ വരുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇനി ഫ്രൂട്ട് ഫ്ലേവർ അല്ലാതെ ആരെങ്കിലും ഒരു, ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും ഒരു എന്താ പറയുക, നോ ഫയർ കുക്കിംഗ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാൻ. എനിവേ, വെരി ടേസ്റ്റി, നൈസ്, താങ്ക് യു. ഇനി വൺ മോർ പേഴ്സൺ ടു ഗോ. രഞ്ജു ബിനോ. പപ്പായ അത് കളർ കിട്ടിയിട്ടുണ്ട്, ഓറഞ്ച്. ആപ്പിളും ഏത്തപ്പഴവും എല്ലാം ഇട്ടിട്ടുണ്ട് അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ്. ഓക്കെ, അതെനിക്കൊരു ആകാംക്ഷയൊന്നുമില്ല കഴിക്കാൻ. പിന്നെ ഇതെന്തായിരുന്നു നമ്മൾ ചെയ്തത്? ചക്കക്കുരു, ഈന്തപ്പഴവും ചൗരിയും. മിക്കവാറും എല്ലാവരുടെ പായസവും കുറച്ച് തിക്നെസ് കൂടുതലാണ് ജനറലി. അതാ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകതയാകാം. വെരി ടേസ്റ്റി. വെരി വെരി ടേസ്റ്റി. കൺസിസ്റ്റന്റ് ആയിട്ട്. ഐ ആം ഗോയിങ് ഫോർ ദ സെക്കൻഡ് വൺ. ഇതിൽ പപ്പായ ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്ടായിരുന്നേ? ആപ്പിളുണ്ട്, ആപ്പിള്, മാതളം, യെസ്, പിന്നെ പഴം, ഏത്തപ്പഴം ഇട്ടായിരുന്നു അല്ലേ? ബനാന. വെരി ഗുഡ്. ഒരു ഹിഡൻ ഫ്ലേവർ എന്തോ ഉണ്ടല്ലോ അതിലും. വേറെ എന്താ ഉള്ളത്? കുറച്ച് മാംഗോ ചേർത്തിട്ടുണ്ട്. മാംഗോ, പക്ഷെ മാംഗോ അങ്ങനെ ഓവറായിട്ട് വരാനില്ല. എസൻസ് ഒന്നും ചേർത്തില്ല. ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ഇട്ടിട്ടുണ്ട്. വെരി നൈസ്. അത് എപ്പോഴാ എന്ത് ചെയ്താലും കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ നല്ല കൈപ്പുണ്യമാണ് കേട്ടോ. താങ്ക് യു. ഞാൻ 40 അംഗൻവാടിയിൽ നിന്ന് മത്സരിച്ചിട്ട് 35 ഐറ്റം വെച്ചിട്ട് ഇതുണ്ടാക്കിയിട്ട് സമ്മാനം മനസ്സിലാവുന്നുണ്ട്. കാര്യം എല്ലാത്തിനും ഒരു സ്വാദുണ്ട്. നമ്മൾ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ബട്ട് ഐ ഫീൽ ദാറ്റ് നല്ലൊരു ഗുഡ്, നൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും ഗംഭീരമായിരുന്നു, നോ ഡൗട്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ ഐഡിയാസ്, അതാണ് നമുക്ക് വേണ്ടത്. ഒന്നിനോട് സാമ്യം പറയാൻ പറ്റില്ല. യെസ്, ആൻഡ് ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട്. എല്ലാവരും നല്ലതാവുമ്പോഴും നമ്മൾ ഏതെങ്കിലും 2-3 ആൾക്കാരെ എവിടെന്നെങ്കിലും ഒക്കെ പോക്കും അല്ലേ?
ദാറ്റ് ഈസ് അതിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ് ഉണ്ടാവും. അത് ഏതെങ്കിലുമൊക്കെ ചെറിയ പോയിന്റ്സിലായിരിക്കും. അതൊക്കെ നമ്മൾ അവസാനമാണ്. ഇനിയും 4 പേര്, അതെ പറയാറായിട്ടില്ല, ഇനി 4 പേരും കൂടി മത്സരിക്കാനുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന പായസം ആസ്വദിച്ചു, വളരെ സന്തോഷം. അപ്പോൾ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ്. അപ്പോൾ അത് അവരും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നല്ല നല്ല റെസിപ്പീസാണ്, നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം ഈ ഓണക്കാലത്ത്. അപ്പോൾ മത്സരം കഴിയുന്നില്ല, ഇതിൻ്റെ റിസൾട്ട് അടുത്ത എപ്പിസോഡിൻ്റെ അവസാനമായിരിക്കും അല്ലേ. അപ്പോൾ നാളെ കാണുക, സ്റ്റേ ട്യൂൺഡ്, മറക്കാതെ കാണുക. രാത്രി 7 മണി മുതൽ 8 മണി വരെ. ഓക്കെ, അതുവരെ ബൈ. Cash prize sponsored by Pittapallil Agencies. Gift sponsored by Kasabogada, MG Road, opposite SMB School, Trivandrum. Dr. Lakshmi Nayar's Ornaments Courtesy, Jewel Hut, GH Road, Statue, Trivandrum. Dr. Lakshmi Nayar's Costume Courtesy, Kasabogada, MG Road, opposite SMB School, Trivandrum.